സന്തോഷമായി അനൂപേ? അതെ അതെ, ഒരുപാട് സന്തോഷം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാറ് എല്ലാവരും കൂടെ സാധിച്ചു തന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തൊരു പോട്ടെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോ നിമിത്തങ്ങളാകുന്നത് അനൂപിന് വേണ്ടി കേട്ടോ. അപ്പൊ ഇതുവഴിയാണ് സ്ഥിരം അനൂപ് വരുന്നത്. നോക്കി ഇതിന്റെ വീതി നോക്കുക, ഇതിന്റെ ഇടയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊരു വളവാണ്. ഇവിടെ എങ്ങനെയാണ് അനൂപ് വണ്ടി എടുക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്. നോക്കിയൊന്ന്, ഈ കല്ല് കണ്ടില്ലേ? ഈ കല്ലുകളൊക്കെ ഞങ്ങൾ കുറേയൊക്കെ പറക്കി മാറ്റി, എങ്കിലും വീണ്ടും ചെറിയ തടസ്സങ്ങൾ. പൊതയോ? പൊതഞ്ഞതാ ഇപ്പൊ അങ്ങോട്ട് കയറിയപ്പോഴും. ഇപ്പം മഴ ഏതാണ്ട് 2-3 ദിവസമായിട്ട് തോന്നു നിൽക്കുകയാണ്. എന്നിട്ടും ഈ വഴിയുടെ അവസ്ഥ ഇതാണ്. ഇപ്പം ഞാൻ തന്നെ നടന്നിട്ട് എനിക്ക് തന്നെ പേടിയാകുന്നുണ്ട്, ഷൂ തെന്നിപ്പോവാ. ഇതാണ് അനൂപിന്റെ വാടക വീട്. ഇത്രയും റിസ്ക് എടുത്താണ് ഈ വാടക വീട്ടിലേക്ക് എത്തുന്നത്. ഒരുപാട് നോക്കി സാറേ. എന്തോ ഒത്തിരി ദിവസമാണല്ലോ കണ്ടിട്ട്. ഇപ്പൊ മഴ വെള്ളം അങ്ങോട്ട് വേണ്ടാന്നോ അങ്ങോട്ട് ഇറങ്ങാത്തത്? ഇറങ്ങാൻ പറ്റുന്നില്ല. അനൂപിനോട് സന്തോഷ വാർത്ത പറയാൻ വന്നേ. അനൂപ് നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞു, അനൂപിന് ഒരു വീട് വേണമെന്ന്. അപ്പൊ അനൂപിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രദേശത്ത് തന്നെ വേണം, അനൂപ് താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് അനൂപ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനൂപിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലത്തൊരു വസ്തു തരാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട്, വീട് തരാൻ തയ്യാറായിട്ടുണ്ട്, എല്ലാം അങ്ങനെ ഒരു. അപ്പോൾ അനൂപിനെ 3-4 ദിവസമായിട്ട് ഇങ്ങനെ നോക്കി നടക്കുക ഇങ്ങനെ. അപ്പോൾ അവിടെ ആരോടോ അന്വേഷിച്ചപ്പം പറഞ്ഞു മഴ ആയതുകൊണ്ട് അനൂപിന് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പൊ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ വാഹനപരിശീലനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അനൂപിനെ കണ്ടിങ്ങനെ പെട്ടെന്ന് നിർത്തിയത് കേട്ടോ. അതിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അനൂപിന് ഒരു വീട് വേണമെന്നുള്ള കാര്യം. അപ്പൊ അതപ്പോൾ അനൂപിന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചേക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഈ കാര്യം പറയാനായിട്ട് അനൂപിനെ കുറേ ദിവസമായിട്ട് നോക്കി നടക്കും. അനൂപിനെ കാണാൻ പറ്റുന്നില്ല. എന്നാലും അറിയുന്നത് ഇപ്പൊ ഈ വീട്ടിലൊക്കെ വെള്ളം കയറിയോണ്ടും വീട് കിടക്കുന്ന ആ സ്ഥലത്തൊക്കെ വെള്ളം കയറിയോണ്ടാണ് അനൂപിനെ പിന്നെ അങ്ങോട്ട് വരാത്തതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിനകത്തൊരു മുഖ്യ ഒരു വിഷയം പറഞ്ഞാൽ അനൂപിന് വസ്തുവും വേണം വീടും വേണം, ഈ 2 കാര്യങ്ങളായിരുന്നു. അപ്പം 2നും ആൾ വന്നിട്ടുണ്ട്. ഇപ്പം വസ്തുവാന്ന് പറഞ്ഞ് വന്നേക്കുന്നത് നമ്മുടെ ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളിലെ അവിടുത്തെ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ അനൂപിന് വസ്തു മേടിച്ച് തരാൻ തയ്യാറായി വന്നേക്കുന്നത്. അതുപോലെ തന്നെ വീട് വെക്കാനായിട്ട് പാലക്കാട് ഒറ്റപ്പാലത്തു നിന്ന് ഒരു ടീമാണ് നമ്മളോട് ഇപ്പം ബന്ധപ്പെട്ടേക്കുന്നത്. CMN ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്രസ്റ്റാണ് ഇപ്പം അനൂപിന് വീട് വെക്കാനായിട്ട്. പാലക്കാട് നിന്ന് വരെ അനൂപിനെ പാലക്കാട് വരെ അറിഞ്ഞെല്ലാവരും. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിൽഡറെ നമ്മളിവിടെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കരുനാപ്പള്ളിയിലെ ഗ്രാൻഡ് ടെക് എന്ന് പറഞ്ഞൊരു ബിൽഡേഴ്സ് അവർ തന്നെ സ്വയമേ അവരിങ്ങോട്ട് വന്ന് പറയുമായിരുന്നു ഞങ്ങൾ വീട് നിർമ്മിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അവരുടേതായ രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷൻ അവർ എന്തായാലും ഉണ്ടാകാതിരിക്കത്തില്ല. അത് പിന്നെ നമ്മൾ അറിയുന്നത് നമ്മുടെ ഓഫീസിലെ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, പ്രമോദിൻ്റെ ഒരു ബാല്യകാല സുഹൃത്താണ് അതിൻ്റെ MD ആയിട്ടുള്ള സിയാദ്. അനുവിന് അറിയാമല്ലോ, ഇത് നമ്മുടെ മുനിസിപ്പൽ ഏരിയ. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ്. പക്ഷേ ഈ വസ്തുവിൻ്റെ തരുന്ന ആളും വളരെ നമ്മളോട് സഹകരിച്ച്, അതായത് ഇതിൻ്റെ വിലയൊക്കെ കുറച്ച് തരാനായിട്ട് വളരെയേറെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തു വന്നേക്കെയാണ് ഇപ്പോൾ അനൂപിന്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നമ്മൾ പറയാനായിട്ടിരിക്കുമായിരുന്നു അനൂപിനോട്. ഇപ്പോൾ യാത്രയോടെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സാറേ, ഇപ്പോൾ നിലവിൽ അനൂപേട്ടൻ താമസിക്കുന്ന ആ വാടക വീടും ആ വഴിയൊന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ അതെ, അത് കാണേണ്ടതാണ്, പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതാണ്. സത്യമാണ്, ആ ഒരു അവസ്ഥ നമുക്കൊന്ന് കാണാം. ഓക്കെ, സൂക്ഷിച്ചു വന്നാണ്. അപ്പോൾ ഇതുവഴിയാണ് സ്ഥിരം അനൂപ് വരുന്നത്. നോക്കി ഇതിന്റെ വീതി നോക്കുക, ഇതിന്റെ ഇടയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്, മറ്റേ താഴെ കല്ലുകളും ഒക്കെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ഇത് വീട്ടിലോട്ട് വരുന്നത് തന്നെ. ഇത് കണ്ടോ, ഇതൊരു വളവാണ്. ഇവിടെ എങ്ങനെയാണ് അനൂപ് വണ്ടി എടുക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറിന് പോലും ഇതുപോലുള്ള വളവുകളിൽ തട്ടാതെ വണ്ടി കൊണ്ടുവരാൻ പറ്റും. നോക്കിയൊന്ന്, ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല, കണ്ടില്ലേ? വളരെ ഇന്നിപ്പം നമ്മളെല്ലാവരും ഉണ്ട്, പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ അനൂപ് തന്നെയാണ് ഈ വഴികളിലൂടെ വരുന്നത്. പ്രത്യേകിച്ച് മഴയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ പായലും തെന്നലും കല്ലും എല്ലാം ആയിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അനൂപിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഞങ്ങൾ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന മുഖം അനൂപിൻ്റെയാണ്. അനൂപ് ലോട്ടറി വ്യാപാരം നടത്തി ജീവിക്കുന്ന ഒരു യുവാവാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ചില റോഡ് സേഫ്റ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറകെ നോക്കിയാലേ ഇതിൻ്റെ വേൽക്കൂരയും മറ്റ് സംവിധാനങ്ങളും എല്ലാം മാവേലിക്കര സബ് ഓഫീസ് മുഖേന ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ അദ്ദേഹം റോഡ് സുരക്ഷാ സന്ദേശം അദ്ദേഹത്തിൻ്റെ തന്നെ വാചകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, അവിടെ വരുന്ന ആൾക്കാരോട്, ഓഫീസിൽ വരുന്നവരോട് റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ അപകടകരമായി വാഹനം ഓടിച്ച് ഇതുപോലൊരു വാഹനത്തിൽ വന്ന് പെടരുത്, എൻ്റെ അവസ്ഥ കണ്ടോ എന്ന് പലരോടും പറഞ്ഞ് ബോധവൽക്കരിക്കാറുണ്ട്. അത്ര എഫക്റ്റീവായിട്ടൊരു ബോധവൽക്കരണം വേറെ ഇല്ലല്ലോ. ഇപ്പം മഴ ഏതാണ്ട് 2-3 ദിവസമായിട്ട് തോന്നു നിൽക്കുകയാണ്. എന്നിട്ടും ഈ വഴിയുടെ അവസ്ഥ ഇതാണ്. ഇപ്പം ഞാൻ തന്നെ നടന്നിട്ട് എനിക്ക് തന്നെ പേടിയാകുന്നുണ്ട്, ഷൂ തെന്നിപ്പോവുക. ആ വഴിയിലൂടെയാണ് അനൂപ് സ്ഥിരമായിട്ട് ഈ വാഹനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അനൂപിൻ്റെ ഭാര്യ സ്ഥലത്തില്ലാത്ത സമയത്ത് അനൂപിനെ സഹായിക്കാൻ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ബന്ധുവൊന്നുമല്ല, അനൂപായിട്ട് ഒരു ബന്ധമില്ല. പുള്ളിക്കൊരു മാനുഷികമായ പരിഗണന വെച്ചിട്ട് അനൂപിനെ സഹായിക്കാനും ഇതിലെടുത്തിരുത്താനും ഒക്കെ തിരിച്ചെടുത്ത് വെക്കാനും ഒക്കെ വരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
എനിക്ക് ഈ ലോട്ടറിയുടെ തട്ട് മന്ത്രി ഗണേഷ് സാറ് നേരിട്ടെത്തി എനിക്ക് സമ്മാനിച്ചാണ്. ഇത് മഴ നനയാതിരിക്കാൻ എനിക്ക് വളരെ ഉപകാരമാണ്. ഈ ലോട്ടറി മഴയത്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോട്ടറി നനയും ആൾക്കാർക്ക് കീറിയെടുക്കാനൊക്കെ പാടായിരുന്നു. അവിടെ എത്തുമ്പോഴേ നനഞ്ഞൊരു വരുമായിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ മഴ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ലോട്ടറി ആയിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ വഴിയൊക്കെ കണ്ടില്ലേ, വഴിയൊക്കെ നിറയെ വെള്ളവും ചെള്ളയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ലോട്ടറി ആയിട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതായത് വണ്ടി ഇറങ്ങത്തില്ല അല്ലേ? വണ്ടി ഇറങ്ങത്തില്ല. ഈ വെള്ളത്തിനകത്തൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് സാറുമാർ എന്നെ തിരക്കി ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അന്ന് ഈ വീഡിയോയിൽ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ നടക്കുമെന്ന് തോന്നിയായിരുന്നു? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നടക്കുമെന്ന്. സാധാരണ ഇങ്ങനെ വന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും ഒരു വീടാണ് എൻ്റെ സ്വപ്നം. നേരത്തെ എപ്പോഴും എൻ്റെ ഒരു സ്വപ്നം എനിക്ക് സ്വന്തമായിട്ടൊരു വീടെന്നാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സന്തോഷമായോ? സന്തോഷം, ഒരുപാട് സന്തോഷം. മാവേലിക്കര ആർട്ടിഫിസിൻ്റെ ഭാഗമായി ഞങ്ങൾക്കും ഇതിൽ അഭിമാനമുണ്ട്. കാരണം അർഹതപ്പെട്ട കരങ്ങളിലേക്കാണ് സഹായം എത്തിച്ചേർന്നത്. ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു.